ഈശ്വരകൃഷ്ണൻ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖനവാദത്തിലെ പൗലോസിലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പൗലോസിലെ പറയുകയാണ്, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പറയുകയാണ്, ഞാൻ ബന്ധനസ്ഥനായത് എല്ലാവരും അറിഞ്ഞു, അതുവഴി അവർ കർത്താവിൽ ആത്മധൈര്യം പ്രാപിക്കുകയും ആവേശത്തോടു കൂടി സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരാൾ ഒരു സഹനം സഹിക്കുന്നു, ഏറ്റെടുക്കുന്നു, അതുവഴി മറ്റുള്ളവരിലെ ആവേശത്തോടു കൂടി ക്രിസ്തുവിനെ പ്രസംഗിക്കാനായിട്ട് അവർക്ക് ഭയങ്കര ആത്മധൈര്യം ഉണ്ടാവുന്നു എന്ന് പൗലോസിലെ പറയുകയാണ്. അതായത് ഒരാളൊരു സഹനം ഏറ്റെടുക്കുമ്പോൾ അത് മറ്റൊരാൾക്കൊരു പ്രചോദനമായിട്ട് മാറും. നമ്മൾ വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്, അവരന്ന് സഹിച്ച ആ സഹനങ്ങൾ ഇന്ന് നമുക്ക് പ്രചോദനമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള വിശുദ്ധയായിട്ടുള്ള വിശുദ്ധ അൽഫോൺസമ്മയുടെ കഥ നമുക്കറിയാം. സഹനസൂനം എന്നൊക്കെയാണ് അൽഫോൺസമ്മയെ നമ്മൾ വിളിക്കുന്നത്. അൽഫോൺസമ്മ ഒരു കാലഘട്ടത്തിൽ സഹിച്ച സഹനങ്ങൾ ഇന്ന് നമുക്ക് സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള പ്രചോദനമായിട്ട് മാറുകയാണ്. ഇഷ്ടമുള്ളവർ ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ വചനത്തെ പറ്റി ധ്യാനിക്കാം. നമ്മുടെ സഹനങ്ങളെ ഈ രീതിയിൽ ഏറ്റെടുക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്